ഇങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ കൊല്ലം. ഇത് ഞങ്ങളുടെ കൊല്ലമല്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്ത് ഞാൻ ഉതിവിർപ്പിച്ച് പറയുന്നതാണ്. എല്ലായിടത്തും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടോ ഒരു തമാശയ്ക്ക് കൊല്ലം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വലിയൊരു സംഭവമായി മാറിയിരിക്കുക. ഞങ്ങൾ കൊല്ലംകാർ പാവങ്ങളാണ്. മുമ്പ് ഒരുപാട് സൈബർ ബുള്ളിംഗ് ഒക്കെ വന്ന ഒരാളാണ്, അല്ലെങ്കിൽ പലപ്പോഴും തോറ്റുപോയപ്പോൾ കളിയാക്കലും വേട്ടയാടലുകളൊക്കെ ഉണ്ടായ ആളാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷയമല്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു പാർട്ടി ഒരു അവസരം തന്നിരിക്കുകയാണ് മന്ത്രിയായിട്ട് വരാൻ വേണ്ടി. അപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന ഭരണം അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സർക്കാരുകളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് മന്ത്രി പ്രതീക്ഷിക്കുന്നത്? മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടേതായ ശൈലിയായി, ഗവൺമെന്റ് ശൈലിയായി മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും ജനങ്ങളുമായി അടുത്തു നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരത്തെ, ആ കിട്ടിയ അവസരത്തെ ഏറ്റവും ഫലപ്രദമായി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ അതിന് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ തൊഴിൽ മേഖലയിലായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണക്കുണ്ട്, ഈ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അവര് ഈ ബിഎഡ് കഴിഞ്ഞ് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ സർക്കാർ സ്കൂളിൽ ടീച്ചറായി വരാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ കോപ്പറേറ്റീവ് സ്കൂളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിന് കിട്ടുന്ന തുക വളരെ കുറവാണ്. അതുപോലെ ഇപ്പൊ കൊച്ചിയിലുണ്ടായ പ്രശ്നം നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ തൊഴിൽ മേഖലയിലുണ്ട്. ഇപ്പൊ ഈ സ്ത്രീകളാണ് സ്വാഭാവികമായിട്ട് ഈ പ്രൈവറ്റ് ടീച്ചേഴ്സായിട്ട് വരുന്നത്, കൂടുതലും ആ മേഖലയിൽ, ടീച്ചർ മേഖലയിൽ വരുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ്. അപ്പൊ അതിന്റെ ഒരു കണക്കൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ തൊഴിൽ മേഖലയിൽ എഐയുടെ വ്യാപനത്തോടെ വന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ അടിസ്ഥാനമായിട്ടുള്ള ഈ തൊഴിൽ മേഖലയിൽ ഒരു എന്താ പറയുക, നിശ്ചിതമായ ശമ്പളമോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ പ്രശ്നങ്ങളോ, കൂടുതൽ സ്ത്രീകൾ തൊഴിലാളികളായിട്ടുള്ള മേഖലയിൽ, ആ മേഖലയിലേക്കുള്ള തൊഴിൽ മേഖലയെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക, അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ശമ്പളം അങ്ങനെ എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും സർക്കാർ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും ആലോചിക്കുന്നുണ്ട്. മിനിമം വേജസ് ആക്ട് നടപ്പാക്കുക, അത് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി ഇത് പറഞ്ഞാൽ കൊല്ലത്തു നിന്നാണ് മന്ത്രി വരുന്നത്. നമ്മൾ കൊല്ലവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഒരു കൊല്ലത്തെ വളരെ ആഘോഷിക്കുന്ന ഒരു സാധനമാണ്. കൊല്ലത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടാവുക, അടി ഉണ്ടാവുക, അല്ലെങ്കിൽ പപ്പടത്തിന് അടി ഉണ്ടാവുക, അത്തരത്തിലേക്ക് കൊല്ലത്തെ ആഘോഷിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പം ഇന്നലെ മലപ്പുറത്തും ആ വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും കൊല്ലത്തെ പലപ്പോഴും എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇത് ആസ്വദിക്കുക. അപ്പോൾ ഒരു കൊല്ലംകാരി എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങളോട് മന്ത്രിയുടെ പ്രതികരണം എന്താണ്? ഇങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ കൊല്ലം. ഇത് ഞങ്ങളുടെ കൊല്ലമല്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്ത് ഞാൻ ഉതിവിർപ്പിച്ച് പറയുന്നതാണ്. എല്ലായിടത്തും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടോ ഒരു തമാശയ്ക്ക് കൊല്ലം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വലിയൊരു സംഭവമായി മാറിയിരിക്കുക. ഞങ്ങൾ കൊല്ലംകാർ പാവങ്ങളാണ്. അടിസ്ഥാനപരമായി കൊല്ലം കണ്ടവർക്ക് ഇല്ല വേണ്ട എന്നുള്ളതാണ് തലമുറ കൈമാറി വന്ന ഒരു കാര്യം. അത് യാഥാർത്ഥ്യവുമാണ്. അതാണ് കൊല്ലം. കൊല്ലംകാരെ അങ്ങനെയൊന്നും തളർത്താൻ പറ്റില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തൊഴിൽ മേഖലയിലായാലും മറ്റു മേഖലയിലായുള്ള എല്ലാ ചൂഷണങ്ങളും അവസാനിപ്പിക്കാൻ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറയുന്നു. ക്യാമറമാൻ ഇമ്രാൻ അൻസാരിയോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.